നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നുവെച്ചാൽ നിങ്ങളുടെ ഇന്നലെ എങ്ങനെയായിരുന്നു, ഇന്ന് എങ്ങനെയാണ്, നാളെ എങ്ങനെയായിരിക്കും, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ 3 കളേഴ്സ് എടുത്തിട്ടുണ്ട്. ബ്ലൂ, ഗ്രീൻ, റെഡ്. ഈ 3 കളേഴ്സ് എടുത്തേക്കുന്നത് ബ്ലൂ, ഗ്രീൻ, റെഡ് കേട്ടോ. ഇതിലേത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആദ്യം ഞാൻ ഓറക്കൽ മെസ്സേജസ് നോക്കും സാധാരണ പോലെ, പിന്നെയാണ് റീഡിങ്ങിലേക്ക് പോവുക. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. ഇനി കംപ്ലീറ്റ് റെസനേറ്റ് ചെയ്യണം, ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആളുകളാണെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യൻ്റെ ചോദ്യങ്ങളും മീൻസ് റീഡിങ്ങും എൻ്റെ അടുത്തുണ്ട്, പാക്കേജ് റീഡിങ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലൂ സെലക്ട് ചെയ്തിട്ട് റീഡിങ്ങിലേക്കാണ് ആദ്യം പോകാൻ പോകുന്നത്. ഓറക്കൽ മെസ്സേജിലാണ് പോകുന്നത്. പെട്ടെന്ന് വീണു. പ്യൂരിഫൈ ത്രൂ യുവർ ത്രോട്ട് ചക്ര. അപ്പോൾ ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്യണം, പിന്നെ അതിനെ ബ്ലോക്ക് മാറ്റണം. പിന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെയും കരുതലോടും കൂടി സംസാരിക്കണം. ക്ഷമയും എന്താ പറയുക, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം കേട്ടോ, അതാണ് പറയുന്നത്. ക്ഷമിക്കുകയും അവരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണാനും നമ്മൾ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ റീഡിങ് ആരുടെയാണ്? ബ്ലൂ. പിന്നെ ഉള്ളത് സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. നമ്മൾ സ്വാർത്ഥമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ചേർത്ത് പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും നമ്മളുടെ ഈ സ്വാർത്ഥത കൊണ്ട്. അപ്പോൾ എത്ര നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ചില സമയത്ത് നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടത്, അതിൽ നമ്മൾക്കും ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ സാധനം ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ സാക്രിഫൈസ് അത് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ 3 കാർഡ്സ് സ്പിരിച്വൽ. ഇനി ഞാൻ ഈ ഇത് നോക്കട്ടെ. ജിപ്സി ഓറക്കിൾ. കാർഡ്സ് നമ്മുടെ കയ്യിൽ വഴങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും. ഇത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും ഇതിങ്ങനെ വീഴില്ലായിരുന്നു. അപ്പം നമ്മളത് പരിശീലിക്കണം. ഫ്ലൂയിഡായിട്ട് വരണം നമ്മളുടെ കയ്യിൽ കാർഡ്സ്. ചിലർ ടാരോ റീഡിങ്ങിൻ്റെ കാര്യം ചോദിക്കാറുണ്ട്. ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് യൂട്യൂബിൽ. അങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ബേസിക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ടാരോ റീഡറിൻ്റെ കീഴിൽ നിന്ന് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് നമ്മളുടെ ഇൻറ്റ്യൂഷനും കൂടി ഉണ്ടാവും ഇതിനകത്ത്. കാർഡ്സ് പറയുന്നത് നമ്മൾ കാര്യങ്ങൾ, കാരണം ഓരോ സമയത്ത് കാർഡ്സ് ഓരോ മീനിങ് ആയിരിക്കും തരുന്നത്. അത് നമുക്ക് കാർഡ്സ് നോക്കുമ്പോൾ അറിയാൻ പറ്റും, അത് പ്രാക്ടീസിലൂടെ വരുള്ളൂ കേട്ടോ. അപ്പോൾ വെറുതെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ വെഡ്ഡിങ്, ഒരു കല്യാണം കാണുന്നുണ്ട്. പിന്നെ ഒരു മെസ്സഞ്ചർ നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. പിന്നെ ഒരു സോൾജിയർ ഉണ്ട്, ഗുഡ് ഫോർച്യൂൺ ഉണ്ട്, പിന്നെ സ്കോളർ, അറിവ്, ജ്ഞാനം കേട്ടോ. ഇതൊക്കെയാണ് നിങ്ങൾക്ക് മെസ്സേജ് വന്നത്. ഒരു കല്യാണത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ആരുടെയൊക്കെയോ കല്യാണം നടക്കാൻ പോകുന്നുണ്ടോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആഗ്രഹിക്കുന്നവരെല്ലാവരും കല്യാണം, വിവാഹം നന്നായിട്ട്
നല്ലൊരാളുമായിട്ട്, മനസ്സിലിണങ്ങിയ ഒരാളുമായിട്ട് നടക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ്, കറണ്ട് എന്താണ് നടക്കുന്നത്, പിന്നെ ഫ്യൂച്ചർ ഒന്ന് ഷഫിൾ ചെയ്തിട്ട് 3 കാർഡ് വെച്ച് നമുക്ക് എടുക്കണം. കാർഡ് വെച്ചെടുക്കുകയാണ്. ഒന്ന് വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. പിന്നെ പാസ്റ്റ് ആണ് നിങ്ങളുടെ കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ്, 3 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ്, 8 ഓഫ് കപ്സ് റിവേഴ്സ്. അപ്രൈറ്റ് ആണ്, പക്ഷെ വരുന്നതൊക്കെ റിവേഴ്സ് ആണ്. ഇതെല്ലാം അപ്രൈറ്റ് ആണ്. High Priestess upright, 10 of Pentacles reverse, World card upright, okay, Hermit reverse, 6 of Swords reverse, King of Pentacles reverse. End of the deck നിങ്ങൾക്ക് 5 of Pentacles ആണ് കാണുന്നത്. അപ്രൈറ്റ് ആണ്, കൊള്ളൂല്ലാത്ത കാർഡാണ് അത് ഭയങ്കരമായിട്ട്. പക്ഷെ എന്നാലും എല്ലാ നെഗറ്റീവിൻ്റെ ഇതിലും പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്നാണ് നിങ്ങൾക്ക് വന്നേക്കുന്ന ഓറക്കിൾ കാർഡ് കേട്ടോ. അപ്പോൾ ഇത് 5 ഓഫ് പെന്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കുറവ്, എന്നാലും ഒരാൾ കൂടെ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. എന്ത് പ്രശ്നത്തിനും ഒരാൾ കൂടെ ഉണ്ടാവും കണ്ടോ. 2 പേരുണ്ട്, ഒറ്റയ്ക്കല്ല. അപ്പോൾ ഇവിടെ 5 ഓഫ് പെന്റിക്കിൾസ് എന്ന് ചിലപ്പോൾ പണമില്ലായ്മ, സ്നേഹമില്ലായ്മ, അങ്ങനെയൊക്കെ ഇല്ലായ്മയാണ് കാണിക്കുന്നത് കേട്ടോ. അതിനുശേഷം വന്നേക്കുന്നത് 7 ഓഫ് കപ്സ് ആണ്, എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ, പിന്നെ ലവേഴ്സ്. അപ്പോൾ ഇതിനിടയിലൊരു അബാൻഡൻമെൻറ്റ്, ഇതൊരു അബാൻഡൻമെൻറ്റ് പോലെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട 2 പേരാണ്, അങ്ങനെയാണ് കാണിക്കുന്നത്. നമുക്കിനി കാർഡ്സ് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസം വരാനായിട്ട് വിസമ്മതിക്കുന്ന, ചേഞ്ച് വരാൻ പോയപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷനിലായിരുന്നു നിങ്ങൾ, ഹാർട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ ഒരു തരത്തിലും അത് വിട്ടുകളയാനായിട്ട് ട്രൈ ചെയ്തില്ല പാസ്റ്റിൽ. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ ഇൻറ്റ്യൂട്ടീവാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ പിടുത്തം കിട്ടുന്നുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്തായാലും. പക്ഷെ നിങ്ങളുടെ ജീവിതം താറുമാറായി. ഒരു ഹാപ്പി ആയിരുന്ന ഒരു ഫാമിലി അങ്ങനെ തന്നെ തവിടുപൊടിയായി. വേൾഡ് അതിനൊരു അവസാനം, ഈ കറണ്ടിൽ ഇത് അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാസ്റ്റിൽ നിങ്ങളത് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നത് വെച്ചാൽ നിങ്ങളൊരു ഐസൊലേഷനിലേക്ക് പോകും, ഇതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോകും നിങ്ങൾ. എന്നിട്ട് നിങ്ങളുടെ കണ്ണൊന്നും കാണാണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നിങ്ങൾ ഇതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോവുമെങ്കിലും തിരിച്ച് പിന്നെ നിങ്ങൾ ഇതിലേക്ക് പോകാൻ നോക്കും, മനസ്സിലാവുണ്ടോ? കാരണം നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സിറ്റുവേഷനിൽ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകളയാൻ പറ്റാത്തത്. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ വേണ്ട, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് ഇത് വേണ്ട, ഇതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടാകും എന്ന് വിചാരിച്ചാലും നിങ്ങൾ പിന്നെയും ഫ്യൂച്ചറിൽ, ഇപ്പം നിങ്ങൾ ഇതിന് പോകാൻ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ പിന്നെയും നിങ്ങൾ തിരിച്ച് അതിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണനഷ്ടം, മാനഹാനി ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് എന്തുകൊണ്ടാണ്? വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒട്ടും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു, ഒരു കൊളാബറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങളത് വിട്ടുകളയാനായിട്ട് ഭയങ്കരമായിട്ട് വിട്ടുകളയാനായിട്ട് നിങ്ങൾ റെഡി ആയിരുന്നില്ല. ഓക്കെ, അത് പിന്നെ ഒരു 3 ഓഫ് സ്വേർഡ്സിലേക്ക് പോയി ഭയങ്കര ദുരിതമായി നിങ്ങളുടെ ലൈഫ്, മനസ്സിലാവുണ്ടോ? പെട്ടെന്നാണ് കൈവിട്ട് പോയത് കാര്യങ്ങൾ. 6 ഓഫ് സ്വേർഡ്സ് ഈ കാണിക്കുന്നില്ലേ, ഇത് തന്നെ ഇവിടെ റിവേഴ്സ്. നിങ്ങളത് വിട്ട് കളഞ്ഞില്ല, മനസ്സിലായി. എന്നിട്ടും നിങ്ങൾ ആ ചേഞ്ചിന് റെസിസ്റ്റ് ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോയെങ്കിൽ
നിങ്ങൾ നേരത്തെ റിക്കവർ ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് റിക്കവറി ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും നിങ്ങൾ അതിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. ഈ ഒരു 6 ഓഫ് സ്വേർഡ്സും ഒരു ചേഞ്ച്, ഇത് വീൽ ഓഫ് ഫോർച്യൂൺ ഒരു ചേഞ്ച് വരുത്തുന്നതാണ്. 6 ഓഫ് സ്വേർഡ്സ് ഒരു ചേഞ്ച്, അതെല്ലാം റിവേഴ്സ് ആണ് നിങ്ങളിൽ വരുന്നത്. 8 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. ഇമോഷണലി നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിരുന്നില്ല, ആ റിലേഷൻ സിറ്റുവേഷനിൽ സ്റ്റക്കായിരുന്നു. ഹാങ്ഡ് മാൻ വന്നേക്കുന്നു. നമുക്ക് ഒരു കാർഡും കൂടെ വേണം. ഏസ് ഓഫ് സ്വേർഡ്സ്, കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് മുഴുവൻ ബുദ്ധിമുട്ടായിരുന്നു ആ സിറ്റുവേഷൻ കൊണ്ട്. എന്നാലും നിങ്ങൾ അതിനെ പിടിച്ചു വെക്കുകയാണ് ചെയ്തത്. ഹൈ പ്രീസ്റ്റസിനെ ക്ലാരിഫൈ ചെയ്യുന്ന ഹൈ പ്രീസ്റ്റസ് തന്നെയാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്, ഇൻറ്റ്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് അറിവ്, ഇത് 5 ഓഫ് വാൻസ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളൊരു കോൺഫ്ലിക്റ്റ് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളൊരു ഇതിനെക്കുറിച്ച് അറിയാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. അത് ചിലപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തവിട് പൊടിയാവും. അതുകൊണ്ടാണ് നിങ്ങൾ റെസിസ്റ്റ് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്ക് അറിയണ്ട ഇവിടെ എന്താ നടക്കുന്നത്, നിങ്ങൾക്ക് അറിയണ്ട. കാരണം അതൊരു വലിയൊരു വഴക്കിലേക്ക് പോകുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നും അറിയാത്ത പോലെ കണ്ണടച്ച് നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. 10 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് കാണിക്കുകയാണ് ഇവിടെ. ഹാപ്പിനെസ് ഇല്ല, നല്ലൊരു ഫാമിലി ഇല്ല, ഒന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ടവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ക്ലിയർ ആയി കിട്ടും. പക്ഷെ നിങ്ങൾ ടവർ വരാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. ആ ടവറും നിങ്ങൾ അവോയ്ഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. ഇതൊരു എൻഡിലേക്കാണ് പോകുന്നത്. പക്ഷെ നിങ്ങൾ അത് റിജക്റ്റ് ചെയ്യാൻ നോക്ക്. 4 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിജക്ഷൻ ആണ്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇപ്പോഴും ഒരു വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ്, ഇതൊരു റിലേഷൻഷിപ്പാണ്, ആര് തമ്മിലാണെന്ന് നിങ്ങൾ നിങ്ങൾക്കറിയാം. ഒരു സന്തോഷമില്ല, സമാധാനമില്ല, ഒന്നുമില്ല, ഒരു പോസിറ്റീവ് ആസ്പെക്റ്റും ഇല്ല. പക്ഷെ നിങ്ങൾ അതിലൊരു പോസിറ്റീവ് ആസ്പെക്ട്, ഇത് സാക്രിഫൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ്. പക്ഷെ നിങ്ങൾ പോസിറ്റീവായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. പോസിറ്റീവായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. നിങ്ങളിപ്പോഴും കണ്ണടച്ച് ഈ പേഴ്സണെ വിശ്വസിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്യൂച്ചറിൽ ഇപ്പോഴും നിങ്ങൾ ഈ സിറ്റുവേഷനെ വിട്ട് കളയില്ല. നിങ്ങൾ വിടേണ്ട ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കാമെന്ന് വിചാരിക്കുമ്പോഴും നിങ്ങൾ പിന്നെയും അതിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ 8 ഓഫ് കപ്സ് ഈ റിവേഴ്സ് കാണില്ല, അത് തന്നെയാണ് ഇവിടെ ഫ്യൂച്ചറിലും വരുന്നത്. അങ്ങനെ തന്നെയാണ്. ഒരു എന്താ പറയുക, നിങ്ങൾക്ക് പേടിയാണ്, അതുകൊണ്ടാണ് നിങ്ങളിത് വിടാത്തത്. കാരണം എന്താണെന്നറിയാം, നിങ്ങൾക്ക് ഉള്ളിലൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഞാനിത് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ആരും ഇല്ലാണ്ടായിപ്പോയി കഴിഞ്ഞാലോ. മിക്ക പ്രശ്നങ്ങളും അങ്ങനെ തന്നെയാണ്, പേടിയാണ്. എന്നുവെച്ചാൽ ഞാനിത് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ആരും വന്നില്ലെങ്കിലോ. ഞാനിപ്പം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു കംഫർട്ട് ഉണ്ട്, ഒരാളെൻ്റെ കൂടെ ഉണ്ടെന്നൊരു ചിന്തയുണ്ട്. പക്ഷെ ആ ആളും ഇല്ലാതിരുന്നാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കായി പോവില്ലേ എന്നൊരു പേടി നിങ്ങൾക്കുണ്ട്. ഇത് ഹസ്ബൻഡ് വൈഫാണ്. ഹസ്ബൻഡ് നന്നായിട്ട് വെള്ളമടിക്കുന്ന ആളായിരിക്കാം. ചീവീടുകളുടെ സൗണ്ടാണ് കേൾക്കുന്നത്. മഴക്കാലം ആകുമ്പോൾ ഇവന്മാർ ഇറങ്ങുമോ? ഓക്കെ, അപ്പോൾ അതാണ് കാണിക്കുന്നത്. പിന്നെ 6 ഓഫ് സ്വേർഡ്സും റിവേഴ്സാണ്. നിങ്ങൾ എത്ര നിങ്ങൾ പരിശ്രമിച്ചാലും ഈ സിറ്റുവേഷനിൽ നിന്ന് ഇപ്പോഴൊന്നും നിങ്ങൾക്കൊരു വിടുതൽ കിട്ടില്ല. റിലേഷൻഷിപ്പ് നോക്ക്, ഇത് മാരേജാണ്. മാരേജ് മീൻസ് നശിച്ചു പോയിക്കുകയാണ്. ഇവിടെ ഒരു കൺട്രോൾ ഇല്ല. ഈ മാരേജിൽ ആർക്കും കൺട്രോൾ ഇല്ല. ഇതിങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞു, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാപ്പിനെസ് ഇല്ല, ഒന്നുമില്ല ഇവിടെ. മനസ്സിലായി? 10 ഓഫ് കപ്സ് ഒക്കെ റിവേഴ്സാണ്, ലവേഴ്സ് റിവേഴ്സാണ്. കണ്ടോ, ഇതെല്ലാം പോസിറ്റീവാണ്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് മുഴുവൻ നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ ഒരു ഹാപ്പിനെസ് ഇല്ല. ഇത് ഫ്യൂച്ചറിൽ നന്നാവും, ഈ പേഴ്സൺ നന്നാവും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിൽക്കുകയാണ്. പക്ഷേ ഫ്യൂച്ചറിലും ഈ പേഴ്സൺ നന്നാവില്ല. ഈ പേഴ്സൻ്റെ വെള്ളവടി, ഭയങ്കരമായിട്ട് വെള്ളമടിക്കുന്ന ആളാണിത്. വെള്ളമടിച്ചാൽ ആർക്കും ആവില്ല എന്നൊരു പ്രത്യേകതയുണ്ട് ഈ പേഴ്സണ്. നന്നായിട്ട് വെള്ളമടിക്കും, പക്ഷെ ആർക്കും മനസ്സിലാവില്ല ഈ പേഴ്സൺ വെള്ളമടിക്കും. ഇതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പേഴ്സൺ അസുഖങ്ങളുണ്ടാവും. മഞ്ഞപ്പിത്തം, ലിവർ സിറോസിസ് ഒക്കെ വരുമ്പോൾ ആരും അറിയില്ല, കൂടിക്കഴിഞ്ഞിട്ടേ അറിയുള്ളൂ. അത് പക്ഷേ ഇതിനകത്ത് കാണിക്കുന്നില്ല. വെള്ളം അടിക്കുമ്പോൾ അതിങ്ങനെ 4 കാലിൽ പോകേണ്ട ആൾക്കാർ പോലും, അത്രയും വെള്ളം അടിച്ചാൽ പോലും 2 കാലിൽ നിൽക്കുന്ന ഒരാൾ, ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ല എന്ന് വരുമ്പോൾ അത് ആ പേഴ്സണ് ദോഷമാണ്. സന്തോഷമല്ല വേണ്ടത്, ദോഷമാണത്. കാരണം ആൾക്കാർക്ക് മനസ്സിലാവില്ല ഈ പേഴ്സണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വല്ല റീഹാബിൽ കൊണ്ടുപോയി അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് മനസ്സിലാവില്ല അത്രയും വെള്ളം അടിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പേഴ്സണെ ഹെൽത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കാണിക്കുന്നത്. ഇതൊരു വലിയൊരു അബാൻഡൻമെൻറ്റിലേക്കാണ് പോകുന്നത്. വളരെ ഈ പേഴ്സണെ കൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള നല്ല സ്വത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്.
ഇഷ്ടംപോലെ പ്രശസ്തിയും പേരും. പെട്ടെന്നാണ് ഈ പേഴ്സൺ വെള്ളോടിയിലേക്ക് തിരിഞ്ഞത്. അതോടുകൂടിയാണ് നിങ്ങളുടെ നരകമായി വന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ തുടരും. ഇതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല ഈ സിറ്റുവേഷനിൽ, കേട്ടോ. അപ്പോൾ ഇത് കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു മാരേജാണ്. പ്രായമുള്ള രണ്ടുപേരാണത്. എന്ന് വെച്ചാൽ ഒരു 10 വർഷമെങ്കിലും മിനിമം വിവാഹം കഴിച്ചിട്ട് 10 വർഷമെങ്കിലും ആയവരാണ്. പക്ഷെ എന്നാലും ഈ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അയാൾ ഉപേക്ഷിക്കാൻ റെഡി ആവാത്ത ഒരാളാണിത്. അത് മാത്രമല്ല, ഇതിനൊരു പ്രതിവിധി കാണുന്നുമില്ല നിങ്ങൾ. അതാണ് വേറൊരു പ്രശ്നം. മനസ്സിലായോ? പേഴ്സണ് നിങ്ങൾ പറയുന്നത് ഇഷ്ടമാവില്ല, റിലേഷൻഷിപ്പിൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ച് എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതും ആ പേഴ്സണ് ദോഷമാണത്. ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിവുള്ള ഒരു പാർട്ട്ണറാണ് ആ പേഴ്സൺ ഉള്ളതെങ്കിൽ ഈ പേഴ്സണിൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരും. ഇത് ആ പേഴ്സണെ വേദനിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുന്നത് അതൊരു നെഗറ്റീവ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്, കേട്ടോ. വെഡിങ്, കല്യാണം കഴിഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ മകളുടെയോ മകൻ്റെ ആരുടെയും കല്യാണം വരുന്നുണ്ടോ? അറിയില്ല. എന്തായാലും സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊള്ളാം, പക്ഷെ ഇവിടെ ഫൊഗീവ് ചെയ്യണം, ക്ഷമിക്കണം, അതൊക്കെ നല്ലതാണ്. പക്ഷെ പേഴ്സൺ എങ്ങനെയാണ് വെള്ളമടിക്കാൻ തുടങ്ങിയത്, അതുപോലെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് ഈ പേഴ്സണോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണോട് ക്ഷമിക്കാനും, ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ടാവും ഈ പേഴ്സണോട്. മനസ്സിലായോ? അപ്പോൾ മീൻസ് ഒരു ഇത് കഴിയുമ്പോൾ നമ്മൾ കൈ വിട്ട് കളയും. ഇതൊന്നും നന്നാവാൻ പോകുന്നില്ല, അത് നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾക്ക് ഇതിന്ന് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട്, നിങ്ങൾ നല്ല പൈസയുള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങൾ നേരത്തെ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയേനെ. പക്ഷെ നിങ്ങൾക്കൊരു ഇതില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഫ്യൂച്ചർ ഇല്ലാത്തത്, ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഓക്കെ. Cancer, Pisces, Scorpio, Leo, Aries, Leo, Sagittarius, Aries, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio. കുറേ ഇമോഷൻസ് കാണിക്കുന്നുണ്ട്. ഭയങ്കര വെള്ളമടി ഉണ്ട് ഇവിടെ. Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Virgo, Pisces, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Pisces, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇതൊക്കെ പൈസ നഷ്ടത്തിൻ്റെ കാണിക്കുന്നതാണ്. ഒരു ഇൻസെക്യൂരിറ്റി ഉള്ള രണ്ടുപേരാണിത്. അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, വെർഗോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, വെർഗോ, പൈസീസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ഇത്രയുമാണ് സോഡിയാക് സൈൻസ്. അപ്പോൾ ഇതാണ് ഈ ബ്ലൂ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഇനി ഞാൻ പോകാൻ പോകുന്നത് റെഡ് സെലക്ട് ചെയ്തൊരു റീഡിങ്ങിലേക്കാണ്. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഇതാണ് നിങ്ങളുടെ. ഒരു കാർഡാണ് വന്നത്. മെഡിറ്റേഷൻ, ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ ചിലപ്പോൾ കാര്യങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളെ ഡിസേർവ് ചെയ്യാത്ത ആളുടെ കൂടെ ആയിരിക്കും നിൽക്കുന്നത്. കാരണം നമുക്ക് തന്നെ ഒരു ബോധമില്ല നമ്മൾ എന്താണെന്നും നമ്മൾ ആരാണെന്നും. അപ്പം അത് കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ജിപ്സി ഓറക്കിൾ നോക്കാം നമുക്ക്. നമ്മൾക്ക് നമ്മളെ തന്നെ ഒരു വിലയുണ്ടെങ്കിൽ നമ്മൾ ഒരു സിറ്റുവേഷനിൽ, ബാഡ് സിറ്റുവേഷനിൽ കുറച്ച് നാളെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോകും. ഇൻസെക്യൂരിറ്റി വരുമ്പോഴാണ്, നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാകാതിരിക്കുമ്പോഴാണ് നമ്മൾ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നത്. ഓക്കെ, നമ്മളെ റെസ്പെക്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ഇൻസൾട്ട് ചെയ്ത് നമ്മളെ സഹിക്കില്ല.
ഒന്നില്ലെങ്കിൽ പ്രതികരിക്കും അല്ലെങ്കിൽ ഇറങ്ങിപ്പോവും. ഇതാണ് ഉണ്ടാവുക. ജിപ്സി ഓറക്കിളാണ് നോക്കുന്നത്. അതൊരു എനിമിയുടെ കാർഡാണ് എൻ്റെ കയ്യിലിരുന്നത്. അത് പോകുന്നുണ്ടായിരുന്നില്ല. നോക്കട്ടെ അത് വരുമോ. നിങ്ങളുടെ ഇത് ഏത് കാർഡാണ്? ഇതൊരു ബട്ടർഫ്ലൈ ആണ്, കുഴപ്പമില്ല. ഫോർച്യൂൺ ഇവിടെ പറയുന്നത്. കഴിഞ്ഞ റീഡിങ്ങിലും പറഞ്ഞായിരുന്നു ഫോർച്യൂണിൻ്റെ കാര്യം. പക്ഷെ അതിനെ സാക്രിഫൈസ് ചെയ്യണം, എന്നാലേ ഫോർച്യൂൺ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ കിട്ടാൻ വേണ്ടി, വളരെ വിലപ്പെട്ട കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി കുറേ നമ്മൾ പരിശ്രമിക്കാൻ വേണ്ടി വരും. പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫോർച്യൂൺ, പിന്നെ വൈഫിന് കാണിക്കുന്നുണ്ട്, പിന്നെ ഫ്രിവിലിറ്റി. ഒരു സില്ലിനെസ് ആണ് ഈ ഫ്രിവിലിറ്റി എന്ന് പറഞ്ഞാൽ. സില്ലി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ 3 കാർഡ്സ് വന്നത്. ഓക്കെ, ഇനി ഞാൻ പോകാൻ പോകുന്നത് നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ റീഡിങ്ങിലേക്കാണ്. നിങ്ങളുടെ പാസ്റ്റ്, 10 of Wands റിവേഴ്സും. പോസിറ്റീവ് കാർഡ്സ് ഇഷ്ടം പോലുണ്ട്, പക്ഷെ എല്ലാം നെഗറ്റീവ് വരുന്നതുകൊണ്ടാണ്. ഓക്കെ, 3 of Pentacles, ഡെത്ത് കാർഡും 4 of Wands റിവേഴ്സും. മാരേജ് പ്രശ്നമുണ്ടല്ലോ ഇപ്പോൾ. സ്ട്രെങ്ത്. ഓക്കെ, കിങ് ഓഫ് കപ്സ് അപ്രൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ഡിസപ്പോയിൻമെൻറ്റ്, ജസ്റ്റിസ്. ഇതൊരു ഡിവോഴ്സിലേക്ക് പോകാനുള്ള വഴി കാണുന്നുണ്ട്. എൻഡ് ഓഫ് ദ ഡെക്ക് 6 of Swords ആണ്. ഇത് മൂവ് ഓൺ ചെയ്യും കേട്ടോ. ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനുള്ള പ്ലാനിലാണ്. അതുകൊണ്ടാണ് ജസ്റ്റിസ് ഇവിടെ വന്നത്. ഇതൊരു ഡിവോഴ്സിലേക്ക് പോകും സിറ്റുവേഷൻ. ഈ 10 of Wands നിങ്ങളുടെ പാസ്റ്റിൽ ഒരു സിറ്റുവേഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കൂടെയുള്ള ആൾ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ക്രൂരമായിട്ട് പെരുമാറുന്ന ഒരാൾ, ഒരു മറ്റുള്ളവരുടെ ഫീലിങ്സിനോട് ഒരു കനിവും ഇല്ലാത്ത ഒരാളുമായിട്ട് വളരെ എടുത്തു ചാടിയ സ്വഭാവം പെരുമാറുന്ന, വളരെ എന്താ പറയുക, ഇമ്പൾസീവായിട്ട് പെരുമാറുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ 2 പേര് തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ പിന്നെ നിങ്ങൾ സ്വരുമയോട് അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ സിറ്റുവേഷനോട്. പിന്നെ നിങ്ങൾ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എൻഡ്, ഒരു ട്രാൻസിഷൻ വന്നില്ല. നിങ്ങൾ ഒരു ചേഞ്ച് ഉണ്ടായില്ല. ഇവിടെ ഒരു അവസാനത്തിലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, കോംപ്രമൈസ് കൊണ്ട് അത് നടന്നില്ല കേട്ടോ. പിന്നെ എന്താ വരുന്നത് വെച്ചാൽ 4 of Wands വന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്താണ്? നിങ്ങളുടെ മാരേജിൽ പ്രശ്നമുണ്ട്. മാരേജിൽ നേരത്തെ പ്രശ്നമുണ്ട്, പക്ഷേ ഇപ്പം പ്രശ്നം കൂടുതലാണ്. 4 of Wands റിവേഴ്സ് ആണ് വന്നത്. ഭയങ്കര പ്രശ്നങ്ങളാണ് നിങ്ങൾ. അപ്പോൾ കുറേ നാൾ സമാധാനത്തോടെ പോയെങ്കിലും പിന്നെ അത് തിരിച്ചു വരുന്നുണ്ട്. നിങ്ങൾ അതിനെ അടിച്ചമർത്താൻ നോക്കുന്നുണ്ട് ആ പ്രശ്നങ്ങളെ. പക്ഷേ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ സാമം, ദാനം, ദണ്ഡം, 4ാമതൊരു സാധനം ഭേദം, ഇതൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പേഴ്സൺ ആണെങ്കിൽ ചിലരുണ്ടല്ലോ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ മാറില്ല എന്ന് പറയുന്ന ചിലരുണ്ട്. അത് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നീ മാറിക്കണം, ഞാൻ മാറില്ല എന്നൊരു സിറ്റുവേഷനുള്ള ഒരാളുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ് വരുന്നത്. ഫൈനലി ഇത് ഒരു ബാലൻസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇക്വാളിറ്റി കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരാളുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഈ സിറ്റുവേഷൻ ഒരു ഡിവോഴ്സിലേക്കാണ് പോകാൻ പോകുന്നത് കേട്ടോ. ഇത് ചിലപ്പോൾ ഇത് ബിസിനസ് റിലേറ്റഡും ആവാൻ വഴിയുണ്ട് കേട്ടോ. കമ്പനി
ഗ്രൂപ്പ് ഒരു ബിസിനസ് നടന്നിട്ട് അതൊരു പ്രശ്നത്തിലേക്ക് പോകുന്നത്, കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ ചിലപ്പോൾ ബിസിനസ്സിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ, ബിസിനസ്സിൻ്റെ സീക്രട്സ് മറ്റുള്ളവർക്ക് വിൽക്കുന്ന ആൾ, അങ്ങനെയൊക്കെ ഇതൊരു കേസാവാൻ എന്തായാലും ഒരു കോടതിയിലേക്ക് കയറേണ്ടി വരും. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ബിസിനസ് ആവാം, അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ആവാം, ഇത് ഫ്രണ്ട്സ് തമ്മിലുള്ള കാര്യമാവാം, അല്ലെങ്കിൽ ഫാമിലി ബിസിനസ് എന്തും ആവാം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ 7 ഓഫ് ഇതിനകത്ത് ഒട്ടും പറ്റില്ലായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം അത് കഴിഞ്ഞപ്പം നിങ്ങൾ ഇത് ആരുടെ റീഡിംഗ് ആണോ ആ പേഴ്സൺ ഇത് കുറേ നാൾ സീക്രട്ടായിട്ട് വെച്ചു പ്രശ്നങ്ങൾ. പിന്നെ മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി ഇങ്ങനെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ വരുന്ന വെച്ചിട്ടാണ് വരുന്ന സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങൾ ആൾക്കാരോട് പറഞ്ഞു ഇങ്ങനെ ഇതുണ്ട്. അപ്പോൾ പിന്നെ ആ പേഴ്സണെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ സ്വരുമേൽ പോകാനായിട്ട് നോക്കി. അപ്പോൾ ഒരു സ്റ്റാർ കാർഡ് റീകൺസിലിയേഷൻ വന്നു. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവിടെ ഒരു റീകൺസിലിയേഷൻ വന്നു കേട്ടോ. പക്ഷേ ആ പേഴ്സണ് കംപ്ലീറ്റ് ആയിട്ട് ഈ സിറ്റുവേഷനിൽ ഇൻവെസ്റ്റഡ് ആകാൻ നിങ്ങൾ സമ്മതിച്ചില്ല. 9 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒരു വളരെ ആഗ്രഹിച്ച ഒരു പ്രോജക്റ്റ് ആയിരുന്നിരിക്കാം ഇവിടെ. എന്തായാലും ഹൈ പ്രീസസ്. അപ്പോൾ ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് ആണ് ഈ പേഴ്സണെ, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. മനസ്സിലായി? ഈ പേഴ്സൺ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു ടെൻഷൻ, നിങ്ങളുടെ ഡ്രീം പ്രോജക്റ്റ് ആണെങ്കിൽ ഈ പേഴ്സൺ ഇതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് ഒരു ബാലൻസ് ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് എപ്പോഴും ടെൻഷൻ ആയിരുന്നു. ഇത് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളാണ് കേട്ടോ. എല്ലാം തിരിഞ്ഞാണോ നോക്കിയാൽ അല്ല, ഇടയ്ക്ക് നെഗറ്റീവ് കാർഡ്സും ഉണ്ട്, എന്നുവെച്ചാൽ റിവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ള ആളാണ്. ആ പേഴ്സൺ ഒരാളെ കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ബിസിനസ്സിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും പ്രശ്നങ്ങൾ ഉണ്ടായത്. പലതരത്തിൽ ഇത് ഒഴിവാക്കാൻ നോക്കിയെങ്കിലും ഒരു രക്ഷയില്ലായിരുന്നു. പേഴ്സണെ ഒഴിവാക്കാനേ പറ്റുന്നില്ല. ഇപ്പോഴും ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10 ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു വഴികാട്ടിയില്ല, ഒരു എത്തുംപിടിയില്ലാണ്ടാണ് പോണത്, എന്ത് ചെയ്യണം എന്നറിയില്ല. ഇപ്പോഴും അത് തന്നെയാണ് സിറ്റുവേഷൻ കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടു പേരായിട്ട് തുടങ്ങിയ ഒരു സിറ്റുവേഷനിൽ പ്രശ്നങ്ങളായപ്പോൾ കുറച്ച് കൂടുതൽ ആൾക്കാരെ കൂടെ കയറ്റി. കാരണം നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം. ഈ പേഴ്സൺ എന്തെങ്കിലും ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അപ്പോൾ കൂട്ടു ബിസിനസ്സിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ രണ്ടുപേര് തമ്മിലാകുമ്പോൾ മറ്റേ നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആ പേഴ്സൺ പൈസ മൊത്തത്തിൽ പിൻവലിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവതാളത്തിലാവും. അതിന് പകരം നിങ്ങൾ വേറെ 2-3 പേരെ കൂടെ, അപ്പോൾ ഈ പേഴ്സൺ പോയാലും വലിയ കുഴപ്പമില്ല സിറ്റുവേഷൻ. പക്ഷേ ഈ പേഴ്സൺ പോകുന്നില്ല, കൂടെ നിന്ന് പണി തരുന്നോണ്ടിരിക്കുകയാണ്. ഈ പേഴ്സൺ ഒഴിഞ്ഞു പോകുന്നില്ല. നിങ്ങൾ പലതരത്തിൽ പേഴ്സണോട് പറഞ്ഞു നോക്കി, പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ ഇതിൽ നിന്ന് പോകുന്നില്ല ഈ പേഴ്സൺ കേട്ടോ. അപ്പോൾ സ്ട്രെങ്ത്, ഏസ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റിയാണ്. ഈ പേഴ്സണിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പലതരത്തിൽ പല വഴിയിൽ കൂടെ അന്വേഷിച്ച് നോക്കി ഈ പേഴ്സൺ എന്താണ് ചെയ്തത്, എന്താണ് ഉദ്ദേശം. ഒരു രക്ഷയില്ല. ഈ പേഴ്സൺ ഒന്നും പറയുന്നുമില്ല, കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമില്ല. പക്ഷെ നിങ്ങൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റിൻ്റെ ഈ പേഴ്സൺ ഒന്നും ചെയ്യാതെ, ഈ പ്രോജക്റ്റിന് വേണ്ടി ഒന്നും ചെയ്യാതെ പൈസ ആ പേഴ്സണ് പ്രോഫിറ്റ് കൊടുക്കേണ്ടി വരും. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് ഈ പേഴ്സണും കൂടെ കിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു വഴിയും നിങ്ങൾക്ക് കാണുന്നില്ല കേട്ടോ. നിങ്ങളെല്ലാം പെട്ട് കിടക്കുകയാണ് ഈ സിറ്റുവേഷനിൽ. അപ്പോൾ കിങ് ഓഫ് കപ്സ് ആണ്, നന്നായിട്ട് വെള്ളമടിക്കുന്ന ആളാണ്. പക്ഷേ എന്താ പറയുക, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഈ പേഴ്സണെ. മനസ്സിലായോ? ഈ പേഴ്സൺ ഒരു തരത്തിലും ഇൻവെസ്റ്റഡ് ആവുന്നില്ല. അതുപോലെ സീക്രട്സ് റിവീൽ ആവും. ഫ്യൂച്ചറിൽ ഈ പേഴ്സണിൻ്റെ സീക്രട്സ് റിവീൽഡാവും കേട്ടോ. ഇതുവരെ ഈ പേഴ്സൺ നിങ്ങളോട് ഒന്നും പറയുന്നില്ല. പക്ഷേ ഇതിങ്ങനെ പോയി അവസാനം തന്നെ ഈ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്ന് ഒളിക്കുന്നത് അതൊക്കെ പുറത്ത് വരാൻ തുടങ്ങും. പക്ഷെ അതൊരു വലിയ ഡിസപ്പോയിൻമെൻറ്റിലേക്ക് പോകും. ഈ പേഴ്സണ് ചിലപ്പോൾ പല റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും കമ്പനിയിൽ നിന്ന് പൈസ വലിക്കുന്നുണ്ട്, എന്നിട്ട് പലർക്ക് കൊടുക്കുന്നുണ്ട് ഈ പേഴ്സൺ. ഇതെല്ലാം നിങ്ങൾക്ക് പയ്യെ മനസ്സിലാകുള്ളൂ ഫ്യൂച്ചറിൽ. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അപ്രൈറ്റ് ആണ് വന്നത്. രണ്ടും ഭയങ്കര സ്ട്രോങ് ആണ്, ഒരേ ഇമോഷനാണ്. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആവും നിങ്ങൾ കേട്ടോ. ഈ പേഴ്സൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയുമ്പോൾ നിങ്ങളെല്ലാം ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് മാറും. നിങ്ങൾക്ക് കേസ് കൊടുക്കാണ്ട് വേറെ വഴിയില്ലാതാവും. കാരണം ഈ പേഴ്സണെ പറഞ്ഞാൽ ഇത്രയും നാളും നേരത്തെ തുടങ്ങിയുള്ള ആളാണ്. പാസ്റ്റിലും പ്രശ്നം, ഇപ്പോഴും പ്രശ്നം, ഫ്യൂച്ചറിലും ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ പ്രശ്നം കൂടുകയാണ് ചെയ്യുക.
അവസാനം നിങ്ങൾ ഈ പേഴ്സണെ പറഞ്ഞു വിടാനായിട്ട് ഫോഴ്സ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഇവിടെ 4 ഓഫ് പെന്റിക്കിൾസ്. ഈ പേഴ്സൺ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ സിറ്റുവേഷനിൽ നിൽക്കുന്നത്. റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലേഷൻഷിപ്പായിട്ട് എടുക്കുക, അതല്ലെങ്കിൽ ബിസിനസ് പൈസയുടെ ഫിനാൻഷ്യൽ റീഡിംഗ് ആണെങ്കിൽ അതായിട്ട് എടുക്കുക കേട്ടോ. എനിക്കിതിവിടെ റീഡിംഗ് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇത് എന്താണെന്ന് ഞാൻ അങ്ങോട്ട് ഡീപ്പായിട്ട് പോകുന്നില്ല. 5 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് പാര വയ്ക്കാൻ നോക്കും. എല്ലാ പ്രശ്നങ്ങളും മറ്റുള്ളവരുടെ മുതുകത്ത് വെച്ചിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് ഇറങ്ങിപ്പോകാൻ പോകുന്ന ഒരു ആളാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രായമുള്ള ആളായിരിക്കും, ചിലപ്പോൾ പണ്ടേ ഉള്ള ആളായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാകുമ്പോൾ നമുക്ക് കടുപ്പിച്ച് പറയാൻ ബുദ്ധിമുട്ടാവും. ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളുടെ സകല കാര്യങ്ങളും എടുക്കുന്നുണ്ട്, പക്ഷെ ഒന്നും തിരിച്ചു തരുന്നില്ല. അവസാനം നിങ്ങൾ റിക്കവറിക്ക് വേണ്ടിയിട്ട് കോടതിയോ അല്ലെങ്കിൽ പോലീസിനെയോ കോൺടാക്ട് ചെയ്യേണ്ടി വരും. ആ പേഴ്സൺ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ അടുത്ത് നിന്ന് പൈസ സ്വരൂപിച്ച് അത് കൂട്ടി വെക്കുകയാണ് ചെയ്യുന്നത്, മറ്റുള്ളവർക്കായിട്ട് കൊടുക്കുകയാണ്, നിങ്ങൾക്കൊന്നും തരുന്നില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതാണ് 4 ഓഫ് പെന്റിക്കിൾസ്. ഇത് പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സിറ്റുവേഷനാണ്. വളരെ ഒട്ടും മനസ്സിന് ഒരു ദയയും കനിവും അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഇൻറ്റഗ്രിറ്റി എന്ന് പറയില്ലേ, എത്തിക്സ്, മോറൽസ് ഒന്നുമില്ലാത്തൊരു ക്യാരക്ടറാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും പണി തരുന്നുണ്ട്, ഫ്യൂച്ചറിൽ പണി തരും. പക്ഷെ നിങ്ങൾ അവസാനം അളമുട്ടിയാൽ ചേരയും കടിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാൻ നിൽക്കും കേട്ടോ. അപ്പോഴാണ് നിങ്ങൾ കോടതിയും കേസും ഒക്കെ ആയിട്ട് വരുന്നത്. ഇതൊരു ഡിവോഴ്സ് ആണെങ്കിൽ ഡിവോഴ്സിലേക്കാണ് പോകാൻ പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയുന്നത്. കാരണം ഈ പേഴ്സണ് നിങ്ങളെ പറഞ്ഞ് മയക്കി കൺട്രോളിൽ വെച്ചേക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റീഡിംഗ്. അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നുമില്ല ഈ പേഴ്സൺ, എഫേർട്ട് ഇടുന്നില്ല. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, വെർഗോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, ലിബ്ര, ജെമിനി, Cancer, Pisces, Scorpio, Sagittarius, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Virgo, Pisces, Aquarius, Taurus, Virgo, Capricorn, Libra, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Leo, Aries, Leo, Sagittarius, Scorpio, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Aries, Leo, Sagittarius. ഇത്രയുമാണ് സോഡിയാക് സൈൻ കണ്ടത്. ഇനി ഞാൻ പോകാൻ പോകുന്നത് ഇനി നമ്മൾ ഫൈനൽ റീഡിങ്ങിലേക്ക് പോവാണ്. ഫൈനൽ റീഡിങ്ങിന് ഗ്രീൻ ആണ് ഫൈനൽ കളറ്. അപ്പം നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ രണ്ട് കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. പിന്നെ പേഷ്യൻസ് ആണ് പറയുന്നത്, ക്ഷമ കേട്ടോ. അപ്പോൾ ക്ഷമയോടെ ഇരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള വ്യത്യാസങ്ങൾ വരാൻ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതിനുമാകാം, ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തരാനും ചാൻസ് ഉണ്ട്. ഈ ചേഞ്ച്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ചേഞ്ച് ജിപ്സി മെസ്സേജാണ്. കാർഡ് വീഴുന്നില്ല.
വെയിറ്റിംഗ്. നിങ്ങൾ ആരെയോ നിങ്ങളൊരു ചേഞ്ചിന് വെയിറ്റ് ചെയ്യുന്നതാണോ, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണോ? വെയിറ്റിംഗ് എന്നാണ് കാർഡ് നിങ്ങൾക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഒരു ക്ഷമ, ചേഞ്ച്, പിന്നെ ഒരു വെയിറ്റിംഗ്, ഇത് മൂന്നുമാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജസിൽ. ഭഗവാനെ, നമുക്ക് നിങ്ങളുടെ പാസ്റ്റ്, ഇപ്പോൾ, ഇനി ഫ്യൂച്ചർ എന്താണ്, ഇതാണ് നോക്കാൻ പോകുന്നത്. എന്തായാലും എടുക്കുകയാണ്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് പെന്റക്കിൾസ്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പൾസീവായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പേജ് ഓഫ് പെന്റക്കിൾസ് ഓഫറാണ്. ഏസ് ഓഫ് കപ്സ് പാസ്റ്റിൽ നിങ്ങൾക്ക് വന്നതാണോ ലവ് ഓഫർ, അതോ നിങ്ങൾ ആർക്കെങ്കിലും ലവ് ഓഫർ കൊടുത്തതാണോ? ചാരിയറ്റ് റിവേഴ്സ്, നിങ്ങളത് റിജക്റ്റ് ചെയ്തോ? ചാരിയറ്റ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. നിങ്ങൾ ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്, അതുകൊണ്ട് നിങ്ങളത് വേണ്ടാന്ന് വെച്ചു. അതോ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണോ ഇപ്പോൾ, അതോ ആ പേഴ്സണൽ തന്നെ നിങ്ങൾ മാരി ചെയ്തോ? നോക്കട്ടെ. ഹാപ്പിനെസ്. ഓക്കെ, 7 ഓഫ് സ്വേർഡ്സ് വന്നിട്ടുണ്ട്. 7 ഓഫ് സ്വേർഡ്സ് റിലേഷൻഷിപ്പിൽ വന്നാൽ സ്നീക്കിനെസ് ആണ് കേട്ടോ. അപ്പോൾ ചില സമയത്ത് ഇത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ചില ഭയങ്കര സ്ട്രോങ് ആയിട്ട് കള്ളത്തരം കാണിക്കുന്ന, രണ്ട് റിലേഷൻഷിപ്പ് വെക്കുന്ന എന്നൊക്കെ പറയാൻ പറ്റും. ചില സമയത്ത് ഇത് നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് പ്രൂഫ് തരാണ്ടിരിക്കുക, അതിന് പ്രൂഫ് നശിപ്പിച്ച് കളയുന്ന ഒരാളും ആവാം. എന്തായാലും അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് ഓടിച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ ഇമ്പൾസീവായിട്ടൊരു ഓഫർ, ലവ് ഓഫർ ആർക്കോ കൊടുത്തു, പാസ്റ്റിൽ കിട്ടുകയാണോ പോകുകയോ. അപ്പോൾ പക്ഷേ അത് പെട്ടെന്ന് നമ്മൾ ഒരാൾ ഇഷ്ടമാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് കൺസിഡർ ചെയ്യും അല്ലേ. പെട്ടെന്ന് നമ്മളങ്ങനെ ആൾക്കാരെ മുമ്പ് പണി കിട്ടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ടെൻഷൻ ആവും, ഇത് ശരിക്കും നല്ല ഉദ്ദേശത്തിലാണോ, ഇപ്പോൾ തൽക്കാലം എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു ഓഫർ വന്നിട്ട് നിങ്ങൾക്കതൊരു ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിൻ്റെ കടിഞ്ഞാണ് കയ്യിലുള്ള ഒരാളാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാണ് നിങ്ങളുടെ കയ്യിലില്ല, അത് കൈവിട്ട കളിയാണ്, ഒരു ഡയറക്ഷൻ ഇല്ലാണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ഇപ്പോൾ എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഓഫർ വന്നപ്പോൾ നിങ്ങളൊരു പ്ലാനിങ് ഒക്കെ തുടങ്ങി, നിങ്ങളിപ്പോൾ കല്യാണം കഴിക്കും, ഈ പേഴ്സൺ തന്നെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞു. ഫ്യൂച്ചറിൽ എന്താ വരിക എന്ന് വെച്ചാൽ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബാലൻസ്, നിങ്ങളുടെ ലൈഫിലൊരു ബാലൻസും ഒരു ഡിസിപ്ലിനൊക്കെ വരുന്നതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമുക്കൊരു ചേഞ്ചിൻ്റെ കാര്യം പറയുന്നത്. വളരെ ക്ഷമയോടെ ഇരിക്കുക. പക്ഷെ നിങ്ങളൊരു ലവ് ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് കിട്ടിയില്ല, അതാണ് വെയിറ്റിംഗ് ഒക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലൊരു റെസ്പോൺസാണ് വരാൻ പോകുന്നതെന്നാണ് കാണിക്കുന്നത്. എന്നാലും നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അയ്യോ ചേച്ചി ക്ലാരിഫൈ ചെയ്യേണ്ട, ഇത്ര അറിഞ്ഞാൽ മതി എന്ന് ചിലരുടെ മനസ്സിലുണ്ടാവും. അയ്യോ ക്ലാരിഫൈ ചെയ്ത് കുളമാകുമോ എന്നൊരു ടെൻഷൻ എനിക്കും ഉണ്ട്. എന്നാലും ക്ലാരിഫൈ ചെയ്തേക്കാം, നല്ലതാവണേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഇവിടെ ലവേഴ്സിനെയാണ് കണ്ടേക്കുന്നത്. ലവേഴ്സ് റിവേഴ്സാണ് വന്നേക്കുന്നത്. ഒരു സോൾ ബോണ്ട് കണക്ഷൻ ആയിരുന്നത് ഇല്ലാതായി. അതെങ്ങനെ ഇമ്പൾസീവായിട്ടൊരു നോക്കട്ടെ, ഒരു വിക്ടറി. ഓക്കെ, അപ്പോൾ ഇതിലൊരാൾക്ക് ആർക്കോ നിങ്ങളൊരു സോൾ കണക്ഷൻ ആണെന്നൊരു ചിന്ത. അപ്പോൾ നിങ്ങളെ എന്താ പറയുക, വിക്ടറി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, നേടിയെടുക്കുക എന്ന് പറയില്ല, നിങ്ങളെ നേടിയെടുക്കുക എന്നത് ഭയങ്കര വലിയൊരു കാര്യമായിട്ടാണ് ഈ പേഴ്സൺ കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ പേജ് ഓഫ് പെന്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്ന 2 ഓഫ് വാൻഡ്സ്, സ്വേർഡ്സും റിവേഴ്സും ഹെർമിറ്റുമാണ്. ഹെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനിപ്പുലേറ്റിംഗ് ഒരു എനർജി ചില സമയത്ത് ഹെർമിറ്റ്സ് കാണിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പറയാതെ കുറേ കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ട് അവർക്ക് ഗുണകരമാകുമെന്ന കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു എനർജിയാണ് ഈ ഹെർമിറ്റ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ്റ്റിൽ ഈ പേഴ്സൺ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ. ലവ് ഓഫർ തന്നെങ്കിലും
പേഴ്സൺ കുറച്ച് മാനിപ്പുലേറ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതങ്ങോട്ട് വിശ്വാസമില്ല. 2 ഓഫ് കപ്സ് എല്ലാം റിവേഴ്സാണ്. ലവേഴ്സും 2 ഓഫ് കപ്സ് ഒക്കെ റിവേഴ്സാണ്. അപ്പോൾ ഈ പേഴ്സണോട് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നില്ല. നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങളാണോ ലവ് ഓഫർ കൊടുത്തത്? എന്തായാലും ഒരു 2 ഓഫ് കപ്സും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനോ ഒരു സോൾമേറ്റ് കണക്ഷനോ അല്ല ഇത്. മനസ്സിലായി? അങ്ങനെ ഒരു ബോണ്ട് ഇല്ല. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിന്നെ ഞാൻ സ്വപ്നം കാണാറുണ്ട്, എനിക്ക് നിന്നെ കാണുമ്പോൾ അങ്ങനെ തോന്നും, മറ്റേയാളെ പോലെ തോന്നും, ഇയാളെ പോലെ എന്ന് വെച്ചാൽ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു സിറ്റുവേഷനാണിത്. വളരെ പ്ലാനിങ്ങോട് കൂടിയ, വളരെ കണ്ണിങ് ആയിട്ടുള്ള, വളരെ ഇമ്മച്ചുവർഡ് ആയ ഒരു എനർജി. വിവാഹത്തിൽ മാത്രം നമ്മൾ നുണ പറയാൻ പാടില്ല. വിവാഹത്തിൽ നുണ പറഞ്ഞാൽ എന്ത് പറ്റുന്നു? ഈ പേഴ്സൺ ശുദ്ധഗതി കൊണ്ട് പറയുന്നതായിരിക്കും, നിങ്ങളെ അത്രയും ആഗ്രഹിക്കുന്നത് കൊണ്ട് പറയുന്നതായിരിക്കും. പക്ഷെ എന്നാലും വിവാഹത്തിൽ നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ പ്രശ്നമാവും ഉണ്ടാവാറുണ്ട്. കാരണം ഇത് ലൈഫ് ലോങ് പ്രോസസ്സാണല്ലോ. അപ്പം നുണ പറഞ്ഞ് കല്യാണം പണ്ടെന്നൊക്കെ വിചാരം എന്ന് വെച്ചാൽ അധികം എക്സ്പോഷർ ഇല്ല. ഇപ്പോൾ ഒരു പയ്യൻ വെള്ളം അടിക്കുന്നത് കാര്യമൊക്കെ നുണ പറഞ്ഞു വെച്ചാലും അവർ കല്യാണം കഴിഞ്ഞ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യലേ വഴിയുള്ളൂ. വേറെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഡിവോഴ്സിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നുണ പറഞ്ഞ് കാര്യങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഇത് ഒഴിഞ്ഞു പോകാനും വഴിയുണ്ട്. ഞാൻ ജനറലായിട്ട് പറഞ്ഞതാണ്. ഇവിടെ ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങൾ കല്യാണത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ പേഴ്സൺ നല്ല സ്വഭാവമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശം നല്ലതാണെങ്കിൽ വഴി കുറച്ചൊരു ഇത് തെറ്റാണെങ്കിലും കുഴപ്പമില്ല. മനസ്സിലാവുണ്ടോ? ഉദ്ദേശം നല്ലതാണ്. നിങ്ങൾ നന്നായിട്ട് നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം ഇത്. എന്തായാലും നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്താലും ഇത് സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു പേഴ്സണാണ് ഇവിടെ. 7 ഓഫ് സ്വേർഡ്സ് പിന്നെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര പ്ലാൻഡ് ആണ്. നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ. അപ്പം നിങ്ങൾ ഈ പേഴ്സണായിട്ട് വിവാഹം കഴിക്കേണ്ടി വരും കേട്ടോ. ഇതിനകത്ത് ഇത് കൈ നനയാതെ മീൻ പിടിക്കണം എന്ന് വിചാരിക്കുന്ന ആരോ ഉണ്ട് ഇവിടെ. ഹാപ്പിനെസ് എന്തായാലും ഹാപ്പിനെസ് കല്യാണം നിങ്ങളെ നന്നായിട്ട് നടക്കും. നിങ്ങൾ ഭയങ്കര ഹാപ്പി ആവും. സൺ കാർഡും 10 ഓഫ് കപ്സുമാണ്. ഉദ്ദേശം നല്ലതാണ്. അതിന് ചൂസ് ചെയ്തിരിക്കുന്ന വഴി കുറച്ച് പ്രശ്നമാണ്. എന്നുവെച്ചാൽ ഈ പേഴ്സണ് എന്താ പറയുക, നിങ്ങളുടെ പുറകെ നടക്കാനും നിങ്ങളെ ടൂറ് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധനങ്ങൾ മേടിച്ചു തരാനൊക്കെ എന്ന് വെച്ചാൽ ഒത്തിരി കുറച്ച് മടിയുള്ള ഒരു ക്യാരക്ടറാണിത്. അപ്പോൾ നിങ്ങളെ പാർക്കിൽ കൊണ്ടുപോകാൻ, സിനിമയ്ക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും വഴിയൊക്കെ പറയുന്നുണ്ട് ആളാണ്. കുറച്ചൊരു കുറുക്കൻ്റെ സ്വഭാവമുള്ള ഒരാളാണിത്. പക്ഷേ ഉദ്ദേശം നല്ലതാണ്. ഹാപ്പിനെസ് ഉണ്ട് ഇവിടെ. സൺ കാർഡും 10 ഓഫ് കപ്സും ഒക്കെ കാണിക്കുന്നുണ്ട്. നല്ലതാണ്. വിവാഹം നടക്കും നിങ്ങളുടെ കേട്ടോ. നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടാവാം. ചിലർക്ക് ഈ പേഴ്സൻ്റെ സ്വഭാവം മനസ്സിലാവുന്നില്ലായിരിക്കും. അത് കുഴപ്പമില്ല. ഉദ്ദേശം നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. സ്ട്രെങ്ത്തിൻ്റെ ഈ പേഴ്സൺ ഫ്യൂച്ചറിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നോക്കും, മാരേജിൻ്റെ പേര്. അപ്പോൾ നിങ്ങളുടെ പുറകെ നടന്നിട്ട് നിങ്ങളെ പേഴ്സൺ ഒരു മൈൻഡ് ചെയ്യാത്തൊരു എനർജി ആയിരിക്കും. അതിൻ്റെ ഒരു വാശിയിലാണ് ഈ പേഴ്സൺ നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്നത്. പക്ഷെ വിവാഹം നിങ്ങളുടെ നല്ലതായിരിക്കും. 10 ഓഫ് കപ്സ് ഹാപ്പിനെസ് ആയിരിക്കും. ഇമോഷണലി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നടക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ വിവാഹം. കറണ്ട് എനർജിയിലാണ് ഇത് കാണിക്കുന്നത്. ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ നിങ്ങളെ കയറി ഭരിക്കാൻ നോക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ നിൻ്റെ ഭർത്താവാണ്, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ ഭാര്യയാണ്, നിങ്ങളുടെ ഭാര്യയാണ്, എനിക്കിത് പറയാനുള്ള അധികാരമുണ്ട് എന്നൊക്കെ പറയാൻ തുടങ്ങും. എന്നാലും ഹാപ്പിനെസ് കാണിക്കുന്നുണ്ട്. സൺ കാർഡ്, മദർ ഓഫ് കപ്സ്, അൺകണ്ടീഷണൽ ലവ് ഒക്കെ കാണിക്കുന്നുണ്ട്. കോഓപ്പറേഷനിൽ കൂടെ തന്നെ നിങ്ങൾ പോകും. രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യും. പേഴ്സൺ നല്ല പേഴ്സണാണ്. പക്ഷേ ചിലപ്പോൾ വളർന്നു വന്ന സാഹചര്യം കൊണ്ടായിരിക്കും ഈ പേഴ്സൺ ഇങ്ങനെ ഒത്തിരി എന്താ പറയുക, ഒരു നാരോ ഇത് കാണിക്കുന്നത്. പക്ഷെ എന്നാലും ഫ്യൂച്ചർ നല്ലതാണ്. ഫ്യൂച്ചറിൽ കാണിക്കുന്ന ടെമ്പറൻസിന് പ്ലാനിങ്ങോട് കൂടി ഒരു ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും ഇവിടെ കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ കൺട്രോൾ ചെയ്യേണ്ടി വരും. നിങ്ങളാണ് ഇതിലത്ത് മെച്യൂർഡ് ആയിട്ടുള്ള ഒരാൾ. ഇതുവരെ ഇമ്മച്യൂർഡ് ആയ ഒരാളാണ്. ഇമ്മച്യൂർഡ് ആയ ആളുകളാണ് ഈ സില്ലി കള്ളത്തരങ്ങൾ ചെയ്യുക. ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി കുറച്ചൊരു കള്ളത്തരം ചെയ്യുന്നത് ഇത്തിരി ഇമ്മച്യൂരിറ്റി ഉള്ള ആളുകളായിരിക്കും. മെച്യൂരിറ്റി ഉള്ള ആളുകൾ നേരെ പോവായിരിക്കും അല്ലേ. ഇതാണ് എനിക്ക് വേണ്ടത്, ഇതാണ് എൻ്റെ ഉദ്ദേശം. പക്ഷേ ഈ പേഴ്സൺ അങ്ങനെയല്ല. പേഴ്സൺ കുറച്ചൊരു മാനിപ്പുലേറ്റീവ് ആണ്. അതുപോലെ തന്നെ കുറച്ച് കള്ളത്തരമുള്ള ഒരാളാണ്. ഭയങ്കര ഇമ്മച്യൂർഡ് ആയ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ പ്രശ്നങ്ങൾ ഇവിടെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊരു സ്നീക്കിനെസ് ഉണ്ട് ഈ പേഴ്സൺ. എന്ന് വെച്ചാൽ എന്താ പറയുക, ചിലർ നുണ പറയും. ഇമ്പൾസീവ് ലയേഴ്സാണ് അവരൊക്കെ. എന്ന് വെച്ചാൽ ചിലർ എനിക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ടാണ് ഒരു എന്താ പറയുക, ഒരു ജന്മനാ ഒരു പേടിയുള്ള ആളുകളാണോ നുണ പറയുന്നത് എന്തോന്ന് തോന്നാറുണ്ട്. ഒരു ഇൻസെക്യൂർ ആയ നുണ പറഞ്ഞ് സത്യം പറഞ്ഞാൽ എന്നെ ഇട്ടിട്ട് പോയാലോ, എൻ്റെ ശരിക്കുള്ള സ്വഭാവം കാണിച്ചാൽ എന്നെ ഇട്ടിട്ട് പോയാലോ എന്നൊക്കെ പേടിയുണ്ടാവും. മനസ്സിലാവണ്ടോ? അതെല്ലാം വലിയ കുഴപ്പമില്ല. പക്ഷേ നമ്മൾക്ക് കുറേ ഡിഫക്ട്സ് ഉള്ളപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ചെറിയ
ഡിഫക്ട്സ് അത് പെരുപ്പിച്ച് കാണിച്ച് അവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതൊരു സാഡിസത്തിലേക്ക് പോകുന്നത്. അതൊരു വലിയ പ്രശ്നം. പക്ഷെ ഇവിടെ അത് കാണുന്നില്ല കേട്ടോ. ഇവിടെ വലിയ പ്രശ്നമില്ലാതെ റിലേഷൻഷിപ്പ് പോകുന്നതാണ് പറയുന്നത്. ഓക്കെ, ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ, ടോറസ് വെർഗോ കാപ്രിക്കോൺ, ഏരീസ് ലിയോ സാജിറ്റേറിയസ്, സ്പൈസീസ്, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Leo, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Virgo, Aries, Leo, Sagittarius, Gemini, Sagittarius, Leo, strong ആണ്. Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn. ഇമ്പൾസീവ് ആയൊരു എനർജി ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഈ മണ്ടത്തരമൊക്കെ ചെയ്തു വെക്കുന്നത്. അല്ലാണ്ട് പ്രശ്നങ്ങൾ കണ്ടില്ല ലാസ്റ്റ് റീഡിങ്ങിൽ കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് റീഡിങ്. ഇതോടെ ഇന്നത്തെ റീഡിങ് തീരുകയാണ്. ഇനി ഞാൻ വേറൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. അതുവരെയല്ല, നിങ്ങളെപ്പോഴും ദൈവം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും തരാനിട വരട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ടേക്ക് കെയർ, ബൈ ബൈ.